നമ്മൾ വിചാരിക്കുന്നത് പോലെ ഭക്ഷണ സാധനങ്ങൾ കഴിച്ചുകൊണ്ട് മാത്രമല്ല പല്ല് കേടുവരിക. ശരീരത്തിൻ്റെ ആന്തരികമായ ഒരു അവയവത്തിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പല്ലിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബാറ്ററിയുടെ അറ്റത്ത് ക്ലാവ് പിടിക്കില്ലേ, ബാറ്ററിയുടെ അറ്റത്തിൽ പല ക്ലാവ് പിടിച്ച് പല കളറിൽ ഒരു പ്രത്യേക ഒരു സാധനം ഫോം ചെയ്യില്ലേ, അതുപോലെയാണ് നമ്മുടെ പല്ലിൽ കാൽക്കുലസ് ഫോം ചെയ്യുന്നത്. അതായത് കൃത്യമായ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെ ഏറ്റവും അറ്റമാണ്, അതായത് ഒരു ബ്രേക്കർ പോലെയാണ് നമ്മുടെ പല്ലുകൾ ആക്ട് ചെയ്യുന്നത്. വിസ്ഡം ഓഫ് ടീത്ത് എന്ന കോഴ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, പറഞ്ഞു കൊടുക്കുന്നത് പ്രകൃതിപരമായി നാച്ചുറലി എങ്ങനെ ഒരു മരുന്നില്ലാതെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ പല്ലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാമെന്നുള്ളതാണ്. 2, ഓരോ പല്ലും ഓരോ അവയവങ്ങളുമായി കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. ഓരോ പല്ല് നോക്കിക്കൊണ്ട് നമുക്ക് ആ ആളുകൾക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ട് എന്നടക്കം പ്രെഡിക്റ്റ് ചെയ്യാനും വളരെ കൃത്യമായിട്ട് പറയാനും പറ്റും. കാരണം ശരീരവും പല്ലും തമ്മിലുള്ള കണക്ഷൻ, എനർജറ്റിക്കൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. അപ്പോൾ പല്ല് നോക്കിക്കൊണ്ട് ഒരാളുടെ രോഗം പറയാൻ പറ്റും. ഒരാൾക്ക് രോഗം ഉണ്ടാകുമ്പോൾ അയാളുടെ രോഗവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പല്ലിൽ റിഫ്ലക്റ്റ് ചെയ്യും.